ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. പക്ഷേ ഞാൻ ഈ സ്പെഷ്യൽ വ്ളോഗ് ഇടുന്നത് ആ സ്പെഷ്യൽ ഡേയിലല്ല, അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെ എൻ്റെ വിഷു സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. വിഷുവിനുള്ള കിറ്റും ഡ്രസ്സും എല്ലാം ഞാൻ ലുലുന്നാട്ടോ വാങ്ങിയത്. പിന്നെ ഞാൻ ഇതിൽ മറന്നുപോയൊരു കാര്യം, പൂവായിരുന്നു. അത് പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ മുല്ലപ്പൂ വിരിഞ്ഞിപ്പുണ്ടായിരുന്നു. അത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ തുളസിയും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഈ വിഷുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാൻ വിഷുക്കണി ഒരുക്കുന്നതും അത് പ്രോപ്പറായിട്ട് കാണുന്നതും ആ ഒരു ദിവസം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതും. ഇത്രയും വർഷത്തെ എൻ്റെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡേ പോലെ കടന്നു പോവുക. പക്ഷേ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. എനിക്കെന്തോ ഭയങ്കര ഒരു കംപ്ലീറ്റായി ഞാൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കണിയൊരുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാട്ടോ അതായി ഇരിക്കുന്നത്. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയിരിക്കുക എന്താ ഞാൻ ചെയ്യാൻ പോണേന്നുള്ളത്. വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ ലുലുവിൽ പോയി. അതായത് 6 മണിക്ക് വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുന്നു, തിരിച്ച് 9 മണിക്ക് എത്തി. അതിനുശേഷം എല്ലാം പറക്കി വെച്ച് എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാത്തരം ഒരു വിഷമവും എനിക്കുണ്ടായിരുന്നു. എല്ലാം ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്നെ സഹായിക്കുന്നുണ്ടെന്ന്, ഇങ്ങനെ എന്നെ സഹായിക്കുന്ന കേട്ടോ. വിഷുവിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ലുലുവെന്നും മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഉള്ളതാണ്. ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് എല്ലാം തന്നെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കണിയും കാര്യങ്ങളും എല്ലാത്തിനും കാരണം ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയതുകൊണ്ടാട്ടോ. എങ്ങനെ കണി വെക്കണം, ഏത് ദിശയിലോട്ടായിരിക്കണം, എങ്ങനെയാണ് കണി കണ്ട് തൊടേണ്ടത്, ഏത് ദിശയിലേക്കായിരിക്കണം, ഇതെല്ലാം റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെയാണ് ചെയ്തേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്. അതെ, ഈ ഉരുളിക്കും എനിക്കും സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ ഉരുളി കാണുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെയാണ് ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എടുക്കേണ്ട, ഉള്ളിൽ വേറെ ഉണ്ടാകുമെന്ന് കരുതി ഞാൻ കുറേ സാധനം വാങ്ങിയതിന് ശേഷം അകത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പം ഒരു ഉരുളി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന ചെക്കനോട് ചോദിച്ചു, വേറെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡിസ്പ്ലേയിൽ ഇനി ബാക്കി ഒരെണ്ണം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി പോയി കഴിഞ്ഞാൽ ഉരുളി ഇല്ലാതെ ഞാൻ കണി ഒരുക്കേണ്ടി വരും. അപ്പോൾ ഒരു പൂർണ്ണത കിട്ടില്ലല്ലോ. ഞാൻ അവിടുന്ന് അത്രയും തിരക്കിൽ ഓടി എത്തിയപ്പോഴത്തേക്കിന് ഭാഗ്യം പോലെ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാനത് അവിടെ ചെന്ന് എടുത്ത് ഇതിലേക്ക് വെച്ചതും ഒരു ചേച്ചി വന്ന് ചോദിച്ചു, ഇത് ഒരെണ്ണേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇതേ ഉള്ളൂ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ എനിക്ക് ആ ഉരുളി കിട്ടിയത്. എനിക്ക് വളരെ സന്തോഷമായി, കാരണം കിട്ടാതെ പോയില്ലല്ലോ. അങ്ങനെ 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എൻ്റെ കണിയൊരുക്കലെല്ലാം കഴിഞ്ഞു. എല്ലാം ഒരുക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സ് നിറഞ്ഞു. എന്ത് ഭംഗിയായിട്ടാണ് ഞാൻ ഒരുക്കിയെന്ന് എനിക്ക് തന്നെ എന്നോട് അഭിമാനം തോന്നിയ നിമിഷമാണ് കേട്ടോ അത്. എനിക്ക് ഒരുക്കി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് കാണിക്കണമെന്നുണ്ട്. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയില്ലല്ലോ, തന്നെയല്ല അപ്പോഴല്ലല്ലോ കാണിക്കേണ്ടത്. അങ്ങനെ പെട്ടെന്ന് കുളിച്ച് രാവിലെ ഗുരുവായൂർ പോകേണ്ടതുകൊണ്ട് 4 മണിക്ക് എഴുന്നേൽക്കണം. ഞാൻ വേഗം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ കണി കണ്ടു. കണി കണ്ടതിന് ശേഷമാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. കാരണം വേറെ ആരും എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും സാക്ഷിയും കൂടെയാണ് കണി കണ്ടത്. ഒരു ദിവസത്തിന് ഇത്രയും മനോഹരമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കുണ്ടായ സന്തോഷവും ഒന്നും പറയാനില്ല. ഞാൻ ആ സ്പോട്ടിൽ തന്നെ വീട്ടിലും എല്ലാവരെയും വിളിച്ചിട്ട്, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ കണി കാണിച്ചു. അവരും കാണണമല്ലോ, അവർക്കും സന്തോഷമാവും എനിക്കും സന്തോഷമാവും. വളരെ നിറഞ്ഞ മനസ്സോടുകൂടി കേട്ടോ ഞാൻ ഗുരുവായൂർ പോകാനായിട്ട് റെഡിയായത്. കാരണം എനിക്ക് ഉറക്കുന്നതിൻ്റേതായ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. അത്രയും എനർജി ആയിട്ടാണ് ഞാൻ പോയത്. ഒലേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 6:45 നമ്മുടെ ആലുവയിൽ നിന്നായിരുന്നു ട്രെയിൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ട്രെയിൻ കിട്ടിയത്. ദൈവം സഹായിച്ച് ഈ വിഷുവിന് എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു നഷ്ടബോധം എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഒരു 8:45 കഴിഞ്ഞപ്പം ഗുരുവായൂരെത്തി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവൻ പിക്ക് ചെയ്ത് അമ്പലത്തിലേക്കാക്കാം, അമ്പലത്തിൽ അവൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ മുല്ലപ്പൂ വാങ്ങി കേട്ടോ. അമ്പലത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. എനിക്കറിയാമായിരുന്നു ഇത്രയും അധികം തിരക്കുണ്ടാവുമെന്ന്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കിന് നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല, ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലമെല്ലാം ചുറ്റി നടന്നു. അതിന് ശേഷം ഞാൻ ശ്രീകോവിൽ നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റുന്നിടത്തു നിന്ന് തൊഴുതു. പിന്നെ എൻ്റെ ഭാഗ്യം പോലെ ഉണ്ടല്ലോ, ഒരു സൈഡിൽ കൂടെ നമുക്ക് ശ്രീകോവിലിൻ്റെ ചുറ്റും, അതായത് അമ്പലത്തിനകത്ത് ഉള്ളിൽ ചുറ്റും വലം വയ്ക്കാനായിട്ട് ആളുകളെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. അതിലൂടെ കയറിയിട്ട് ഞാൻ ചുറ്റമ്പലം ചുറ്റി വന്നു. അതായത് ഏറ്റവും പുറത്തുള്ള ചുറ്റല്ല, ശ്രീകോവിലിന് തൊട്ട് പുറത്തുള്ള ചുറ്റി വന്നു. ചെറുതായിട്ട് ഞാൻ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ, എനിക്ക് വലുതായിട്ട് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് മറ്റേ നൃത്തം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭംഗിയുള്ള കുട്ടികളായിരുന്നു എല്ലാം. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ചുവടും വെക്കുന്നത്, കണ്ടു നിൽക്കാൻ തോന്നും. ഞാനിത് 2ാമത്തെ വട്ടം കേട്ടോ ഗുരുവായൂർ പോകുന്നത്. പിന്നെ ഗണപതി അമ്പലത്തിൽ കയറി ഒരു നാളികേരം ഉടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയി, അതും കുടിച്ചു. അതിനുശേഷം നേരെ പോയത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള
എലിഫൻറ്റ് ക്യാമ്പിലേക്കാട്ടോ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറാൻ പറ്റുക. അവിടെ ക്രൗഡ് കുറവായിരുന്നു. ഞാൻ ആകെ ടയേർഡായിരുന്നു. എനിക്ക് ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. നല്ല ചൂടുമുണ്ട്. കാലൊക്കെ വേദന എടുത്തിട്ട് പാടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ ആളെ കാണാൻ പോയി. ആൾ ഭയങ്കരമായിട്ട് തലയാട്ടിയൊക്കെ നിൽക്കുന്ന കേട്ടോ. ഈ തലയാട്ടുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. മറ്റേ മദപ്പാട് ഉണ്ടാകാനുള്ള സമയത്താണെന്ന്. പിന്നെ ഈ കൈ പൊക്കി കാണിക്കുന്നത് അത് ഞങ്ങളുടെ അല്ല കേട്ടോ. അതിലെ കൂടെ ഒരു പട്ടി കയറി പോകുന്നുണ്ട്. അവനാണ് ഈ കൈ പൊക്കി അടുത്തേക്ക് വിളിക്കുന്നത്. സത്യം പറയാമല്ലോ, ആനകളെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് അയാളുടേതായ ഒരു ഐഡൻറ്റിറ്റി തോന്നില്ലേ? രൂപത്തിൽ മാത്രം സാമ്യത, പക്ഷേ വലിപ്പത്തിലും പിന്നെ അവരുടെ ഓരോ മാനറിസവും എല്ലാം ഡിഫറെൻറ്റാണ്. നമുക്കൊരു റെപ്പറ്റീഷൻ തോന്നില്ല. ഇത്രയും പേരെ ഞാൻ കണ്ടെങ്കിൽ പോലും എനിക്ക് എല്ലാവരും സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. ഓരോരുത്തരായിട്ടാണ് തോന്നിയത്. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിട്ടാണ് തോന്നുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ ഓരോരുത്തരെയും. എന്തു ഭംഗിയും എന്ത് തലയെടുപ്പും എന്ത് രസമാണ് കാണാൻ. ഇതെല്ലാം കണ്ട് വന്നപ്പോഴാട്ടോ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇതിന് അപ്പുറത്തേക്കൊരു സ്പേസ് ഉണ്ട്, അവിടെ മൊത്തം ടെററായിട്ടുള്ള ആനകളെ ഇടുന്നതെന്ന്. അവിടത്തേക്ക് നോ എൻട്രി ആട്ടോ. ആ ടെററായിട്ട് നിൽക്കുന്ന ആനയാട്ടോ തിരിഞ്ഞ് നിൽക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ആനകൾ ആ സ്ഥലത്തുണ്ട്. പക്ഷേ നോ എൻട്രി ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഈ കോമ്പൗണ്ടിൽ പഴയ ഒരു അമ്പലവും, ആ അമ്പലം കേട്ടോ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഒരു തറവാടും ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പഴയയിടത്തിലേക്ക് വന്നു. ഹോട്ടൽ വരുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും ക്യൂ. ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കേണ്ട വന്നു. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നവരുടെ അടുത്ത് പോയി നിൽക്കണം. അവർ കഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരിക്കാൻ. നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം കേട്ടോ. ടോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് ടോക്കൺ എടുത്തതിന് ശേഷം വേണം ഇരിക്കാൻ. എനിക്ക് സദ്യ കഴിക്കാൻ പോയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ? എന്നെ വളരെ സന്തോഷിപ്പിച്ചത് അവിടെ വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു. വിഷു കൈനീട്ടം എന്നും പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ക്യാഷ് എന്ന് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ. അവർ പഴയിടത്ത് നിന്ന് കഴിക്കാൻ വരുന്ന എല്ലാവർക്കും തന്നെ അവർ കൊടുക്കുന്നുണ്ട്. എല്ലാ കറികളുമായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തികഞ്ഞൊരു വിഷു സദ്യ തന്നെയാണ് ഞാൻ കഴിച്ചത്. നല്ല രുചിയുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. 100-ൽ 110 മാർക്ക് ഞാൻ കൊടുക്കും. ഒരു തരി പോലും ബാക്കി വെക്കാതെ എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷു സദ്യയും കൂടെ ആയപ്പോൾ എൻ്റെ വിഷു സെലിബ്രേഷൻ കംപ്ലീറ്റ് ആയ പോലെ തോന്നി എനിക്ക്. സദ്യ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അവനെ പോയി കണ്ടു. അധികം നേരം നിന്നില്ല കേട്ടോ, സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കുറച്ച് മാങ്ങയും പൊട്ടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ എൻ്റെ വിഷു സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.